വെൽക്കം ടു എജ്യുപോഡ് ക്ലാസ് 7. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ സയൻസ് എക്സാം ഈ പടിവാതിലേക്കെത്തി 9ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായും ചോദിക്കാൻ ചാൻസ് ഉള്ള 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനൊരു നോട്ട് നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ലൈവിലൂടെ നമ്മൾ തരുന്നുണ്ട് കേട്ടോ. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ ഒന്നുകൂടി ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ലൈവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നോട്ടായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ മക്കളെ ഈ ലൈവ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത്, ഭൂമി അറിയാൻ ഭൂപടങ്ങളും ആധുനിക സംഗീതങ്ങളും, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ കേട്ടോ. ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർത്ത് എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. വിച്ച് ആർ ദി മേജർ യൂസസ് ഓഫ് മാത്സ്, ഭൂപടങ്ങളുടെ പ്രധാന ഉപയോഗങ്ങൾ എന്താണ്? ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ ആൻഡ് ഗിവ് 2 എക്സാമ്പിൾ ഫോർ ഈച്ച് ടൈപ്സ് ഓഫ് മാപ്സ്. ഉള്ളടക്കം അഥവാ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭൂപടങ്ങളുടെ വർഗ്ഗീകരണങ്ങൾ ഏതൊക്കെ, അതിനുള്ള ഉദാഹരണങ്ങൾ എഴുതാനാണ്. അപ്പോൾ ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ അല്ലെങ്കിൽ ധർമ്മത്തെ അടിസ്ഥാനമാക്കി ഭൂപടങ്ങൾ 2 എണ്ണം ഉണ്ട്. ഒന്നാമത്തേതാടാ ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടമാണ്. രണ്ടാമത്തേതാ കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടമാണ്. അപ്പോൾ മാപ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ബേസ്ഡ് ഓൺ ദെയർ ഫംഗ്ഷൻ. എന്താണ്, ഉള്ളടക്കത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഭൂപടങ്ങളെ നമ്മൾ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ധർമ്മത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒന്നാമത്തെ എന്താ ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടം, രണ്ടാമത്തെ എന്താ കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടം അല്ലെ. എന്താണ് ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടം എന്ന് പറഞ്ഞാൽ ദ മാപ്പ് വിച്ച് ഡെപ്പിക്റ്റിംഗ് ഓൾ ദ നാച്ചുറൽ ഫീച്ചേഴ്സ് ഓൺ ദി എർത്ത് സർഫസ് അല്ലെ. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പ്രകൃതിദത്തമായ എല്ലാ സവിശേഷതകളെയും കാണിക്കുന്ന ഭൂപടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടം. അപ്പൊ എന്താണ് ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടം എന്ന് പറഞ്ഞാൽ ദ മാപ്പ് വിച്ച് ഡെപ്പിക്റ്റിംഗ് ഓൾ ദ നാച്ചുറൽ ഫീച്ചേഴ്സ് ഓൺ ദി എർത്ത് സർഫസ് അല്ലെ. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പ്രകൃതിദത്തമായ എല്ലാ സവിശേഷതകളെയും കാണിക്കുന്ന ഭൂപടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫിസിക്കൽ മാപ്പ് അഥവാ ഭൗതിക ഭൂപടം. അപ്പൊ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ക്ലൈമറ്റ് മാപ്പിലെ കാലാവസ്ഥാ ഭൂപടം ഉണ്ട്, റിവർ മാപ്പിലെ നദിയുടെ ഭൂപടം ഉണ്ട്, സോയിൽ മാപ്പിലെ മണ്ണ് ഭൂപടമൊക്കെ എന്താണ് ഇതിനുള്ള എക്സാമ്പിളാണ്. ഇനി കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താ, ദ മാപ്പ് വിച്ച് ഡെപ്പിക്റ്റിംഗ് ഓൾ ദ മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ഓൺ ദി എർത്ത് സർഫസ് അല്ലെ. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള മനുഷ്യനിർമ്മിതമായ സവിശേഷതകളെ കാണിക്കുന്ന ഭൂപടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, എന്താ വിളിക്കുക, കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടം. ശ്രദ്ധിച്ചു വെച്ചാൽ എന്താണ്, ദ മാപ്പ് വിച്ച് ഡെപ്പിക്റ്റിംഗ് ഓൾ ദ മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ഓൺ ദി എർത്ത് സർഫസ് അല്ലെ. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള മനുഷ്യനിർമ്മിതമായ സവിശേഷതകളെ കാണിക്കുന്ന ഭൂപടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, കൾച്ചറൽ മാപ്പ് അഥവാ സാംസ്കാരിക ഭൂപടം. എക്സാമ്പിൾ ഏതൊക്കെയാണ്, റോഡ് മാപ്പ്, റോഡിന്റെ ഭൂപടം, റെയിൽവേ മാപ്പ്, റെയിൽവേ ഭൂപടം, പൊളിറ്റിക്കൽ മാപ്പ്, രാഷ്ട്രീയ ഭൂപടം ഒക്കെ എന്താണ് ഇതിൽ എക്സാമ്പിൾസ് ആണ്. ഈ എക്സാമ്പിൾസ് നോക്കി വെച്ചോ, ഇതിൽ 2-3 എണ്ണം പഠിച്ചും വെച്ചോട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് GIS, വിച്ച് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് GIS. എന്താണ് ഭൂവിവര വ്യവസ്ഥ, ഭൂവിവര വ്യവസ്ഥയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെ? എന്താണ് ഭൂവിവര വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എ സോഫ്റ്റ്വെയർ ബേസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജി യൂസ് ടു മേക്ക് പ്രൊഡക്ട്സ് ആഫ്റ്റർ അനലൈസിംഗ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ. ദ ടെക്നോളജി ഈസ് നോൺ ആസ് GIS അഥവാ ഭൂവിവര വ്യവസ്ഥ. അതായത് ഭൂമിയിലുള്ള വിവരങ്ങൾ വിശകലനം ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ വിളിക്കുന്ന പേരാണ് എന്ത്, GIS. എന്ന് വെച്ചാൽ നമ്മൾ വിദൂര സംവേദനം, ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, റിമോട്ട് സെൻസിങ് അഥവാ വിദൂര സംവേദനം പഠിച്ചിട്ടുണ്ട്. ആ റിമോട്ട് സെൻസിങ് അഥവാ വിദൂര സംവേദനത്തിലൂടെ നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങൾ, ഇപ്പം നമ്മൾ ഒരു ഏരിയൻ്റെ റിമോട്ട് സെൻസിങ്, ഒരു പ്രദേശത്തിൻ്റെ വിദൂര സംവേദനം നടത്താമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ല, ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയുടെ ആളാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയുടെ റിമോട്ട് സെൻസിങ് നടത്തുമ്പോൾ എന്ത് ചെയ്യും, ആ ജില്ലയുടെ മൊത്തം വിവരങ്ങളും റിമോട്ട് സെൻസിങ്ങിനുണ്ടാവും. പക്ഷേ എനിക്ക് എന്ത് മാത്രം മതി, ആ ജില്ലയിലുള്ള കോഴിക്കോട് ജില്ലയിലെ റിവേഴ്സ് അഥവാ നദികളെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ റിമോട്ട് സെൻസിങ് അഥവാ വിദൂര സംവേദനത്തോട് ശേഖരിക്കുന്ന വിവരത്തിൽ എന്താ ഉണ്ടാവുക, കോഴിക്കോട് ജില്ലയിലെ മൊത്തം കാര്യങ്ങളുണ്ടാവും. പക്ഷേ എനിക്കതിൽ എന്ത് മാത്രം മതി, റിവേഴ്സ് മാത്രം മതി. അപ്പം ഈ കോഴിക്കോട് ജില്ലയുടെ വിവരങ്ങളെ നമുക്ക് റിവേഴ്സിനെ മാത്രമാക്കി കാണിക്കാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്, GIS. അതായത് നമ്മുടെ കയ്യിലുള്ള വിവരത്തെ നമുക്ക് ആവശ്യമുള്ളതാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനെ വിളിക്കുന്ന പേരാണെന്ത്, GIS. അപ്പോൾ എനിക്ക് എന്താണ്, കോഴിക്കോട് ജില്ലയുടെ മൊത്തം വിവരമാണ് നമ്മൾ റിമോട്ട് സെൻസിങ് അഥവാ വിദൂര സംവേദനത്തോട് നമ്മൾ ശേഖരിക്കുക. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള റോഡാണെങ്കിൽ റോഡ്, പാലമാണെങ്കിൽ പാലം, റിവർ ആണെങ്കിൽ റിവർ, അല്ലെങ്കിൽ കാടാണെങ്കിൽ കാട്, നമുക്കതിൽ ആവശ്യമുള്ളത് എന്താണോ അതിനെ മാത്രം സെലക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനെ വിളിക്കുന്ന പേരാണ് എന്ത്, GIS. എന്താ വിളിക്കുക, ഭൂവിവര വ്യവസ്ഥ എന്ന് പറയാം. അപ്പോൾ GIS എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോട് കൂടിയ ഒരു സോഫ്റ്റ്വെയറാണ്. അത് നമ്മൾ എന്താ ചെയ്യുക, റിമോട്ട് സെൻസിങ് അഥവാ വിദൂര സംവേദനത്തിലൂടെ നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങളെ നമുക്ക് ആവശ്യമുള്ള
ടേബിളോ ഗ്രാഫോ മാപ്പോ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റുന്ന സോഫ്റ്റ്വെയറിനെ വിളിക്കുന്ന പേരാണ് എന്ത് GIS. അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് പഠിച്ചത്. മെയിനായിട്ട് ഇതായിരിക്കും എക്സാമിൽ ചോദിക്കുക കേട്ടോ. ബെനിഫിറ്റ്സ് അഥവാ ഭൂവിവര വ്യവസ്ഥയുടെ പ്രയോജനങ്ങൾ. ഈ ഒരു പോയിന്റ് മാത്രം പഠിച്ചാൽ മതിട്ട്. എന്തിനൊക്കെ ഉപയോഗിക്കുക? ഇൻഡസ്ട്രി വ്യവസായ മേഖലയിൽ ഉപയോഗിക്കും, ട്രേഡ് വാണിജ്യത്തിന് ഉപയോഗിക്കും, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കും, കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയത്തിന് ഉപയോഗിക്കും, അഗ്രികൾച്ചർ കൃഷിക്ക് ഉപയോഗിക്കും, പ്ലാനിംഗ് ആസൂത്രണത്തിന് ഉപയോഗിക്കും, ഇറിഗേഷൻ ജലസേചനത്തിന് ഉപയോഗിക്കും, ട്രാൻസ്പോർട്ട് ഗതാഗതത്തിന് ഉപയോഗിക്കും, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകൃതി ദുരന്ത നിവാരണത്തിന് ഉപയോഗിക്കും, ടൂറിസം അതേപോലെ റിസോഴ്സ് മാനേജ്മെന്റ് വിഭവ പരിപാലനം. ഇത്രയും മേഖലകളിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? GIS അഥവാ ഭൂവിവര വ്യവസ്ഥ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് GIS എന്ന് പറഞ്ഞാൽ? ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർ അല്ലേ. നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ്, ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അത് മാപ്പോ ഗ്രാഫോ ടേബിളോ എന്തായിക്കോട്ടെ, അത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർ വിളിക്കുന്ന പേരാണ് എന്ത്? GIS അഥവാ ഭൂവിവര വ്യവസ്ഥ. ലാസ്റ്റ് ഒരു ഹോംവർക്കും കൂടിയുണ്ട്. ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെക്കണേ. 2 ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്ക് ആയിട്ട് തന്നത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ലൈവിൽ എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ മാപ്പ് ബേസ്ഡ് ഓൺ സ്കെയിൽ, തോതിന് അടിസ്ഥാനമാക്കിയുള്ള ഭൂപടങ്ങളുടെ വർഗ്ഗീകരണങ്ങൾ ഏതൊക്കെയാണ്? ഗിവ് 2 എക്സാമ്പിൾസ് ഫോർ ഈച്ച് ടൈപ്സ് ഓഫ് മാപ്പ്. ഈ തോതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓരോ ഭൂപടങ്ങൾക്കും ഉദാഹരണങ്ങൾ നൽകുക. ഇത് നിങ്ങൾ സെറ്റാക്കുക. ഇത് നിങ്ങൾ ഉഷാറാക്കിയിട്ട് നിങ്ങൾ ആൻസർ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുമല്ലോ, ജിൽജിലാക്കല്ലോ. കമൻറ്റ് ബോക്സിൽ ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കുറിച്ചിട്ട് ടൈപ്പ് ചെയ്യുക. നോട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് രാത്രിത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിത്തെ ലൈവിൽ ഇത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.